ഈ ജനതാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ EV, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് KPCCയുടെ നിർവാഹക സമിതി അംഗം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ TK ഫൈസൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശൻ, കോൺഗ്രസിൻ്റെ വളരെ തലമുതിർന്ന നേതാവ് എല്ലാവരുടെയും ആദരണീയനായ ശ്രീ കരിമ്പിൽ കൃഷ്ണൻ, അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഒരു ഉജ്ജ്വല പ്രഭാഷകൻ കൂടിയായ ശ്രീ C ഹരിദാസ്, അതുപോലെ തന്നെ അധ്യക്ഷവേദിയിരിക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും നമ്മുടെ പീലിക്കോടിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ച് പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ നവീൻ ബാബു, ശ്രീമതി റഹീന, പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർ റഹീന, അതുപോലെ സ്വാഗത പ്രാസംഗികനായ ശ്രീ വൈശാഖ്, ജനതാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ സെക്രട്ടറി, ഞാൻ ജീവനിലും സ്നേഹിക്കുന്ന ഈ പ്രദേശത്തെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 3 മണിക്കാണ് ഈ പരിപാടി വെച്ചിരുന്നത്. 4 മണിക്ക് പടനയിൽ ഒരു വലിയ റാലി പൊതുസമ്മേളനമുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ണൂർ ചൊവ്വ എന്ന് പറയുന്ന സ്ഥലത്തൊരു പരിപാടിയിലുണ്ട്. ഇതിനിടയ്ക്ക് നമ്മളെയൊക്കെ ദുഃഖിപ്പിച്ചുകൊണ്ട് കർണാടകത്തിലെ കുടകിൽ നിന്ന് പാണത്തൂർ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു ബസ് നിയന്ത്രണം വിട്ട് ഒരു വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞ് 5 പേർ തക്ഷണം മരിക്കുകയും ഒരാൾ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ മരിക്കുകയും ചെയ്തു. 6 പേർ മരിച്ചു. 56ഓളം യാത്രക്കാരുണ്ടായിരുന്ന ബസ്സിൽ 30 പേരുടെ സ്ഥിതി ഗുരുതരമാണ്. കുറച്ചു പേരെ മംഗലാപുരം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, കുറച്ച് കാഞ്ഞങ്ങാട് ആശുപത്രിയിലുണ്ട്. ഏതാനും ചില ആളുകളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് അവിടെ ആശുപത്രികളിൽ ഒന്ന് പോകണം. ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ കൺഗ്രാജുലേഷൻസ് 2021 എന്നാണ്. അഭിനന്ദനങ്ങൾ ശ്രീ നവീൻ ബാബുവിനെയും അതുപോലെ തന്നെ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർ റഹീനെയും ഇത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം നിങ്ങൾക്കറിയാം, ഈ പ്രദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി ഗ്രാമമാണ്. നമ്മൾ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം 200 വർഷത്തെ പോരാട്ടത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യം നേടിയത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഹിംസയ്ക്കെതിരെ അഹിംസ ആയുധമാക്കി മാറ്റി ഒരു പുരുഷാന്തരം മുഴുവൻ സമരം ചെയ്തിട്ട് ഒരു തുള്ളി ചോര ചിന്താതെ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം നേടിത്തന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഐതിഹാസികമായ പോരാട്ടം കോൺഗ്രസ്. നമ്മുടെ രാജ്യത്തെ 80% ഹിന്ദുക്കൾ ജീവിക്കുന്ന രാജ്യമാണ്. ഈ രാജ്യം ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും മതാത്മകമായൊരു സമൂഹമാണ് ഇന്ത്യ. ഹിന്ദുവിനെ പോലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധനും ജൈനനും സിഖുകാരനും ജീവിക്കണമെങ്കിൽ മതാത്മകമായ സമൂഹം ഒരു മതേതര സമൂഹമായി മാറണം. അങ്ങനെ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അതാണ് മതേതരത്വം. ബഹുസ്വരത, അതാണ് മതേതരത്വം. മാത്രമല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ച് ഒരു ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്തത് കോൺഗ്രസ് ആണ്. ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നേടിക്കൊടുത്തത് കോൺഗ്രസ്. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് the state shall not deny to any person equality before law or equal protection of the law within the territory of India. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ഭരണഘടനയുടെ മുമ്പിൽ സമന്മാരാണ്.
വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ല. എല്ലാവരും ഭരണഘടന മുമ്പിൽ തുല്യവാന്മാരാണ്. അതിനകത്ത് പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഇല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നോ കോൺഗ്രസ്, ജനാധിപത്യം കൊണ്ടുവന്നോ കോൺഗ്രസ്, മതേതരത്വം കൊണ്ടുവന്നോ കോൺഗ്രസ്, ഭരണഘടന കൊണ്ടുവന്നോ കോൺഗ്രസ്, ഭരണഘടനയിലൂടെ ജനങ്ങൾക്ക് മൗലികാവകാശം നേടിത്തന്നോ കോൺഗ്രസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജവഹർലാൽ നെഹ്റുവിലൂടെ, ലാൽ ബഹാദൂർ ശാസ്ത്രിയിലൂടെ, ഇന്ദിരാഗാന്ധിയിലൂടെ, രാജീവ് ഗാന്ധിയിലൂടെ ഏതാണ്ട് 56 വർഷക്കാലം നിരന്തരമായി കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. ഭരിക്കുന്ന കാലയളവിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കാൻ ആരെയും കോൺഗ്രസ് അനുവദിച്ചില്ല. ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും അനസ്യൂതം അഭംഗുരം നിലനിർത്താൻ കോൺഗ്രസ് അഹോരാത്രം കഷ്ടപ്പെട്ടു. ഇന്ന് നമുക്കറിയാം കോൺഗ്രസ് അധികാരത്തിലില്ല. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് ജനകീയ മാർഗങ്ങളിലൂടെയല്ല. ഈ രാജ്യത്ത് ജാതീയമായ വിഭാഗീയതയുണ്ടാക്കി ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചിട്ടാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. ഇന്ന് BJPയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. മഹാത്മാഗാന്ധി ഇല്ലാത്ത ഇന്ത്യ, ജവഹർലാലിനെ, ഇന്ദിരയെ, രാജീവ് ഗാന്ധി ഓർമ്മിക്കാത്ത ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ 54 വർഷക്കാലമായി നാം നേടിയെടുത്ത നേട്ടങ്ങൾ ഒന്നൊന്നായി തകർത്ത് തരിപ്പണമാക്കി ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രം, ഒരു പൈതൃകം, പാരമ്പര്യം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ BJPക്കാർ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. ഒരു ഭാഗം ലോകത്തെ ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യം എടുത്ത് പരിശോധിച്ചോ, സോവിയറ്റ് യൂണിയൻ, ഇന്ന് ചിഹ്ന ഭിന്നമായ റഷ്യയിൽ ഒരുപാട് ഉപഭൂഖണ്ഡങ്ങൾ, ആ രാജ്യത്ത് ഗ്ലാസ്നോസ്റ്റ് എന്ന് പറയുന്ന, പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന ജനാധിപത്യം പരീക്ഷിച്ച് പരാജയപ്പെട്ടു. കമ്മ്യൂണിസം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഏകാധിപത്യത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. സ്വേച്ഛാധിപത്യമാണ് അവരുടെ ഒരു പ്രത്യയശാസ്ത്രം. ലോകത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഒന്നിലധികം രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? ചൈന എടുക്കാം, റഷ്യ എടുക്കാം, ചെക്കോസ്ലോവാക്യ എടുക്കാം, റുമേനിയ എടുക്കാം, ചിലി എടുക്കാം, ക്യൂബ എടുക്കാം, അതല്ലെങ്കിൽ കിം ജോങ് ഉന്നിന്റെ സ്ഥലമായ ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ എടുക്കാം. ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിലോ കമ്മ്യൂണിസമുള്ള ഒരു രാജ്യത്തിലോ ഒന്നിലധികം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാത്തൊരു പാർട്ടിയില്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല, ഒറ്റപക്ഷം ഭരിക്കുന്നവർ മാത്രം. അപ്പൊ കമ്മ്യൂണിസം ഏകാധിപത്യത്തിൽ അധിഷ്ഠിതമാണ്, ജനാധിപത്യത്തിൽ അധിഷ്ഠിതമല്ല. 1952 ഇന്ത്യയിൽ ആദ്യമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, ബാലറ്റ് പേപ്പറോട് അധികാരം പിടിച്ചെടുക്കാനാവില്ല, ജവഹർലാലിനെ അട്ടിമറിക്കാനാവില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആയുധം കൊണ്ട് നമുക്ക് അധികാരം നേടിയെടുക്കണം. അതാണ് കൽക്കട്ട തീസിസ്. BT രണദേവിയുടെ കൽക്കട്ട തീസിസ് ബാലറ്റ് പേപ്പറിലൂടെയല്ല, തോക്കിൻ കുരലിലൂടെ അധികാരം പിടിച്ചെടുക്കുക. പക്ഷെ അതിന് ശ്രമിച്ച് ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അവർ ജനാധിപത്യത്തിന്റെ മേലങ്കി അണിഞ്ഞു, മൂടുപടം അണിഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്. ചെകുത്താന്റെ ഹൃദയവും മാലാഖയുടെ പുഞ്ചിരിയുമായിട്ടാണ് നിങ്ങളെ സമീപിക്കുന്നത്. അവർക്ക് ജനാധിപത്യത്തിന്റെ ബാലപാഠം അറിയില്ല. കേരള പിറവിക്ക് ശേഷം ആദ്യമായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ EMS ആണ് ബാലറ്റ് പേപ്പറിലൂടെ മുഖ്യമന്ത്രിയായത്. ബാലറ്റ് പേപ്പറിലൂടെ അധികാരം കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി കൽക്കട്ട തീസിസ് പരാജയമാണ്, ഇനി ബാലറ്റിൽ വിശ്വസിക്കാൻ. നിങ്ങൾക്കറിയാം, അതിനുശേഷം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. 1959 തെരഞ്ഞെടുത്ത ജനങ്ങൾ തന്നെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വിമോചന സമരം നടത്തി. EMSന്റെ ഗവൺമെന്റിനെ ജവഹർലാൽ നെഹ്റു പിരിച്ചുവിട്ടു. 1960 പട്ടം താണുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അദ്ദേഹം പഞ്ചാബിലെ ഗവർണറായി പോയപ്പോൾ ശ്രീ R. ശങ്കർ മുഖ്യമന്ത്രിയായി. ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. EMS സമ്പത്തിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് ഈ കാസർഗോഡ് നിന്നാണ്.
കാസർഗോഡ് നീലേശ്വരം എന്ന് പറയുന്നത് അന്ന് ദ്വയാംഗ മണ്ഡലമാണ്. ഒരു മണ്ഡലത്തിൽ 2 MLA ഉണ്ട്. അന്ന് കാസർഗോഡ് കണ്ണൂരിന്റെ ഭാഗമാണ്. 84 കാസർഗോഡ് ജില്ല ഉണ്ടായത്. കേരളത്തിലെ 1ാമത്തെ മുഖ്യമന്ത്രി EMS ഈ പഴയ കണ്ണൂർ ജില്ല, ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിൽ നിന്നാണ് MLA ആയത്. ജനിച്ചത് മലപ്പുറത്താണ്, ജനിച്ചത് പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ് അവരുടെ മന, ഏഴംകുളം മന. ഏഴംകുളം മനയ്ക്കകത്ത് ജനിച്ച് അദ്ദേഹത്തിന് MLA ആകാൻ ഇവിടെ വരേണ്ടി വന്നു നീലേശ്വരത്ത്. ശ്രീ ആർ ശങ്കർ കൊല്ലക്കാരനാണ്, SNDPയുടെ നേതാവ്, SN ട്രസ്റ്റിന്റെ നേതാവ്, KPCCയുടെ പ്രസിഡന്റ്. അദ്ദേഹം കൊല്ലത്ത് പുത്തൂരിലാണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹം ആദ്യമായിട്ട് MLA ആയത് കണ്ണൂർ പട്ടണത്തിൽ നിന്നാണ്. അപ്പൊ 2 മുഖ്യമന്ത്രിമാരും കണ്ണൂരിൽ നിന്നാണ്. ഇപ്പോഴത്തെ കാസർഗോഡാണ് പഴയ കണ്ണൂർ. 64 കേരള കോൺഗ്രസ് ഉണ്ടായി. അന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചിട്ടാണ് EMS മാർക്സിസ്റ്റ് പാർട്ടിയെ നിലനിർത്തിയത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ആയി പിളർന്നു. ഇടത്തിനും വലത്തിനും ഉണ്ടായി. തെരഞ്ഞെടുപ്പ് വന്നു. ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അറിയാൻ ജനങ്ങൾ കാതോർത്തപ്പോ EMS ഒരു ബുദ്ധി കാണിച്ചു. അന്ന് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 44 സീറ്റ് കിട്ടി. പക്ഷെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? 29 പേർ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലാണ്. ജയിച്ച 29 MLAമാർ. ജയിച്ച MLAമാർ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് സഭ കൂടാനായില്ല. ആർക്കും സഭയിൽ ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് 65 ഗവർണർ സഭ പിരിച്ചുവിട്ടു. 67 EMS സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി. മുസ്ലിം ലീഗിനെ വെച്ച്, കേരള കോൺഗ്രസിനെ വെച്ച്, CPI വെച്ച്, RSP വെച്ച് 9 പാർട്ടി. ആ 9 പാർട്ടിയുടെ 7 സപ്തകക്ഷി മുന്നണി 7 പാർട്ടികൾ ചേർത്ത് അന്ന് ഗവൺമെന്റ് ഉണ്ടാക്കി. അന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ K കരുണാകരനാണ്. കേവലം 9 MLAമാർ മൃഗീയ ഭൂരിപക്ഷം നേടി കേരളം ഭരിച്ച EMSന്റെ ഗവൺമെന്റിനെ രാഷ്ട്രീയ തന്ത്രജ്ഞതയിലൂടെ പൊളിച്ച് ഐക്യമുന്നണി ഉണ്ടാക്കിയ ചാണക്യനാണ് ശ്രീ കരുണാകരൻ. ആ 9 MLAമാരെ വെച്ചുകൊണ്ട് അദ്ദേഹം സഭയ്ക്കകത്ത് ആഞ്ഞടിച്ചു. അവിടുന്ന് സപ്തകക്ഷി മുന്നണി കുളിച്ചു. CPI അടർത്തിയെടുത്തു. ചേരാട്ട് അച്യുതമേനോനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി. MLA അല്ലാത്ത അച്യുതമേനോനെ കൊട്ടാരക്കരയിൽ കൊണ്ടുപോയി നിർത്തി ജയിപ്പിച്ച് MLA ആക്കി. മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. സഭ പിരിച്ചുവിട്ടു. എന്നിട്ട് കരുണാകരൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അച്യുതമേനോനെ നമ്മൾ പുറത്തു നിന്ന് മുഖ്യമന്ത്രിയാക്കി. 2 വർഷം വരെ കോൺഗ്രസ് പുറത്തു നിന്നു. പിന്നീടാണ് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായത്. 1970 ആ ഗവൺമെന്റ് ഒരുപാട് പ്രത്യേകതയുണ്ട്. അച്യുതമേനോന്റെ ഗവൺമെന്റാണ് കേരളത്തിൽ ആദ്യമായിട്ട് 5 കൊല്ലം പൂർത്തിയാക്കിയത്. 5 കൊല്ലം പൂർത്തിയാക്കിയത് മാത്രമല്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 2 കൊല്ലം കൂടി അധികം കിട്ടി. 7 കൊല്ലം ഭരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പിന് പോയി അധികാരത്തിലേക്ക് മടങ്ങി വന്ന ആദ്യത്തെ ഗവൺമെന്റ് അച്യുതമേനോന്റെ ഗവൺമെന്റാണ്. ഇപ്പൊ ചില ആളുകൾ വായിൽ വെള്ളം ഇറക്കുന്നുണ്ട്, അധികാരത്തിൽ ഇരുന്നുകൊണ്ട് തിരിച്ചധികാരത്തിൽ വരുമെന്ന്. അത് വെറും മലപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. ഒരിക്കലും പിണറായി വിജയന് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ 4 മാസം കഴിഞ്ഞ് മടങ്ങി വരാനാകില്ല. അത് സൂചിപ്പിക്കാനാണ് പറയുന്നത്. അപ്പൊ 9 നിന്ന് കോൺഗ്രസ് കേരളം പിടിച്ചടക്കി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇലക്ഷൻ നടന്നു. ഇന്ദിരാഗാന്ധി തോറ്റു. കോൺഗ്രസ് അധികാരത്തിൽ പുറത്തുപോയി. പക്ഷെ കേരളത്തിൽ 111 സീറ്റ് വാങ്ങിച്ച് കരുണാകരൻ മുഖ്യമന്ത്രിയായി. അപ്പൊ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും, ജയിക്കും. ഇന്ദിരാഗാന്ധിയെ തോപ്പിച്ച് രാജ്യമല്ലേ ഇന്ത്യ. പിന്നെ അതിൽ വലിയ തെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ ഇത്. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ വേറെയാണ്. 35 വർഷക്കാലം കോൺഗ്രസ് ജയിക്കാത്ത ഈ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നിങ്ങൾ MP ആക്കി. ഞാനിവിടുത്തെ MP ആയില്ലേ? ഇപ്പോഴല്ലേ നിങ്ങളൊരു MP കാണാൻ തുടങ്ങിയത്? മറ്റേ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ കാറിനകത്ത് കരുണാകരൻ പോകുന്നതല്ലാതെ ആരെങ്കിലും ഒരാൾ നേരിട്ട് അയാളെ കണ്ടിട്ടുണ്ടോ? ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ 35 വർഷത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാർ ഒരു MP കാണുന്നത് ഇപ്പോഴാണ്. ഇതാണോ MP എന്ന് അവരിപ്പോൾ ചോദിക്കുന്നത്. ഞങ്ങൾക്കൊരു സാധനം ഉണ്ടായിരുന്ന അയാളെ ഞങ്ങൾ ഇതുവരെ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോൾ പാർലമെന്റിൽ നമ്മൾ ജയിച്ചു,
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രം എടുത്തു. 2010 ഒഴിച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിനാണ് ലീഡ്, ഐക്യമുന്നണിക്കല്ല. അതേസമയം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു, നിങ്ങൾ എഴുതിയിട്ടോ, സാഹചര്യമൊന്നും മാറിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോവുക, ചെയ്തുകൊണ്ടിരിക്കുക, അറസ്റ്റ് ചെയ്യാൻ പോവുക, സ്പീക്കറെ ചോദ്യം ചെയ്യാൻ പോകുന്നു. എന്തൊരു അപമാനമാണ്! കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറെ ED കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും ED വിളിക്കുന്നു പറഞ്ഞാൽ രോഗമാണ്. ശിവശങ്കരനെ ED വിളിച്ചു, ഹൃദയത്തിന് അസുഖം മാത്രമല്ല പല പല അസുഖം. മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്തു. ഞാൻ മെഡിക്കൽ കോളേജ് വിളിച്ചു ചോദിച്ചു, എന്താ ശിവശങ്കരൻ അസുഖം? അവിടുത്തെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, അയാൾക്ക് ഹൃദയത്തിന് അസുഖം എന്ന് പറഞ്ഞു. ഞങ്ങൾ കാർഡിയോളജി പരിശോധിച്ചു, ഒരു അസുഖമില്ല. അയാൾക്ക് ഞരമ്പിന് അസുഖം, ഞരമ്പിനൊരു അസുഖം ഉണ്ട്, അത് ഞരമ്പ് രോഗം എന്ന് പറയും, അതല്ല മറ്റെന്തെങ്കിലും അസുഖം. ന്യൂറോളജി പരിശോധിച്ചു, അതുമില്ല. പിന്നെ നെഫ്രോളജി, കിഡ്നി അടക്കമുള്ള എല്ലാം പരിശോധിച്ചു, ഇല്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തമാശയ്ക്ക് എന്നോട് പറഞ്ഞു, സാറേ ഇനി ഗൈനക്ക് മാത്രമേ അയാളെ പരിശോധിക്കാവൂ, എന്ന് വെച്ചാൽ അയാൾക്ക് ഗർഭം ഉണ്ടോ എന്നുള്ളത് ബാക്കി എല്ലാം പരിശോധിക്കണം. ED ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ എന്തിനാ അവർ പേടിക്കുന്നേ? മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ പഴവേണ്ട കാര്യമുണ്ടോ? RSSകാർ ഊടിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ നെഞ്ചും പിരിച്ചു നടന്ന പിണറായി വിജയന്റെ സെക്രട്ടറിക്ക് ED എന്ന് പറഞ്ഞ പേടിയാ. രവീന്ദ്രൻ 10ാം ക്ലാസ്സാണ്. കഴിഞ്ഞ ഗവൺമെന്റ് വരുമ്പോ പാർട്ടി തീരുമാനമെടുത്തു, ഗ്രാജുവേഷൻ ഇല്ലാത്ത ആരും സ്റ്റാഫിൽ വേണ്ട. പിന്നെ എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഒരു 10ാം ക്ലാസ്സുകാരൻ രവീന്ദ്രൻ വന്നത്? രവീന്ദ്രനെ അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്ത് നടക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തു. ഭാര്യ തത്ത പറയുന്നതാണ്, EDയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭാര്യ പറഞ്ഞു, എനിക്ക് 88 ലക്ഷം രൂപ വിലയുള്ള ഒരു മണ്ണുമാന്തി യന്ത്രമുണ്ട്, മണ്ണുമാന്തി യന്ത്രം എന്റെ ഭർത്താവ് വാങ്ങിച്ചതെന്നാണ്, എന്റെ പേരിലാണ് വാങ്ങിച്ചത്, ഞാനത് വാടകയ്ക്ക് കൊടുക്കുന്നു. ആർക്കാ? ഊരാളുങ്കൽ സൊസൈറ്റി. എന്താ വാടക? 1 മണിക്കൂർ 2500 രൂപ. എത്ര നാളായി വാടകയ്ക്ക് കൊടുക്കുന്നു? 2.5 വർഷം. എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു? 24 മണിക്കൂർ. മണ്ണുമാന്തി യന്ത്രം 1 മണിക്കൂർ 2500 രൂപ വെച്ച് 24 മണിക്കൂർ 2.5 വർഷം. എത്ര കോടി? എവിടുന്ന ഈ പൈസ? ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 500 മണ്ണുമാന്തി യന്ത്രം വാങ്ങിക്കാനുള്ള കാശ് കയ്യിലുണ്ട്. പിന്നെ ഇവരുടെ ഈ 1 മണ്ണുമാന്തി യന്ത്രം വാങ്ങിക്കുന്നത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കള്ളക്കടത്ത്, അതും ഡിപ്ലോമാറ്റിക് ബാഗേജ്. എന്താ ഡിപ്ലോമാറ്റിക് ബാഗേജ്? നയതന്ത്ര സുരക്ഷയുള്ള ഒരു ബാഗേജാണ്. ആ ബാഗേജ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരിടത്തും തുറക്കാൻ പറ്റില്ല. അതിനകത്താ സ്വർണം കൊണ്ടുവന്നേ, അതിനകത്താ ഈന്തപ്പഴം കുരു മാറ്റി സ്വർണം കയറ്റി കൊണ്ടുവന്ന് 17,000 കിലോ. ഖുർആൻ 6666 ആയത്തുമുള്ള മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ എന്തിനാ ഡിപ്ലോമാറ്റിക് ബാഗേജ്? ഈ ഡിപ്ലോമാറ്റിക് തുറന്നു നോക്കി ഖുർആൻ എന്നറിഞ്ഞാൽ എന്താ അപകടം? അത് കാർഗോയിൽ കൊണ്ടുവരാം. അത് നമുക്കറിയാം, കാർഗോയിലെ ഷിപ്പിൽ കൊണ്ടുവന്നു. എന്തിനാണ് ഖുർആൻ ഡിപ്ലോമാറ്റിക് ബാഗേജ്? അപ്പൊ ഖുർആൻ തുറന്നു നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് ഖുർആനല്ല. ഖുർആന്റെ മറവിൽ സ്വർണം, കള്ളപ്പണം വെളുപ്പിച്ചു, ഡോളർ കടത്തി സ്പീക്കർ പിടിക്കാൻ പോന്നു. ലൈഫ്, പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന നല്ല പരിപാടി. ഇതൊന്നും പിണറായി വിജയന്റെ പരിപാടിയല്ല. ലൈഫിനെ കുറിച്ച് ഞാൻ ഒറ്റ കാര്യം പറയാം. ഒരു വീട് വെച്ചു കൊടുക്കാൻ ആകെ കൊടുക്കുന്നത് 4 ലക്ഷം രൂപ. അതിന്റെ ഷെയർ നിങ്ങൾ കേട്ടോ? കേന്ദ്ര ഗവൺമെന്റ് 72,000 രൂപ 4 ലക്ഷത്തിന്. ജില്ലാ പഞ്ചായത്ത് 98,000 രൂപ 4 ലക്ഷത്തിന്. ബ്ലോക്ക് പഞ്ചായത്ത് 1,12,000 രൂപ 4 ലക്ഷത്തിന്. പിന്നെ ഗ്രാമപഞ്ചായത്ത് 70,000 രൂപ. പിണറായി വിജയൻ കൊടുക്കുന്ന ആകെ 48,000 രൂപ. 48,000 രൂപ കൊടുക്കുന്ന പിണറായി വിജയൻ പറയുക, ഈ ലൈഫ് ഞങ്ങളുടെ പരിപാടിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തനായ ഒരു കഥാപാത്രമുണ്ട്, എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിൽ ഏത് വീട്ടിൽ ഏത് സ്ത്രീക്ക് ഗർഭം ഉണ്ടായാലും മമ്മൂഞ്ഞ് പറയുന്നത് അമ്മന്റെ ഗർഭമാണ്. അവസാനം ചായക്കടയിൽ ഇരിക്കുമ്പോൾ മമ്മൂഞ്ഞ് അറിഞ്ഞു മനയ്ക്കലെ പാർവതിക്ക് ഗർഭം. അറിയാതെ പറഞ്ഞു അത് ഞമ്മൻ്റെതാണ്. ചായക്കടക്കാരൻ പറഞ്ഞു മനയ്ക്കലെ പാർവതി ഒരു പിടിയാനയാണ്. അപ്പൊ പറഞ്ഞു എങ്കിലും അത് ഞമ്മൻ്റെ അല്ല എന്ന് പറഞ്ഞതുപോലെ 48,000 രൂപ കൊടുക്കുന്ന പിണറായി വിജയൻ പറയാ ലൈഫ് ഞങ്ങളുടെ പരിപാടിയാണ്. 98,000 കൊടുക്കുന്നത് ജില്ലാ പഞ്ചായത്ത്, 1,12,000 കൊടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത്, 70,000 കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്ത്, പിന്നെയോ 72,000 കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്.
അപ്പൊ കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ലൈഫ്, അല്ലാതെ പിണറായി വിജയന്റെ പരിപാടിയല്ല. അതിനകത്ത് 20 കോടി കിട്ടിയപ്പോൾ 4.5 കോടി രൂപ വെട്ടിച്ച പാർട്ടിയെ പിണറായി വിജയൻ. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പൊന്നും കണ്ട് ആരും ഭരിക്കണ്ട. ഇനി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതുള്ളൂ. ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പുറത്താക്കി UDF അടുത്ത 5 കൊല്ലം കേരളം ഭരിക്കും. അതിന് ആരും തർക്കവും വേണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനാധിപത്യത്തിന്റെ ബാലപാഠം അറിയില്ല. വോട്ടേഴ്സ് പേര് ചേർക്കുമ്പോൾ കൃത്യം ആരംഭിക്കും, കള്ളപ്പേര് ചേർക്കും, ഉള്ള പേര് വെട്ടിക്കളയും. പിന്നെ തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ ബൂത്തിലിരിക്കാൻ സമ്മതിക്കത്തില്ല. ഇരുന്നാൽ നായ്ക്കൂറിനും പൊടി. അത് കഴിഞ്ഞാൽ വൈകിട്ടടി, വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ ബോംബേറ്. ഇതാണോ ജനാധിപത്യം? കാറൽ മാർക്സിന്റെ ദസ് ക്യാപിറ്റൽ വായിച്ച ഒരാളാണ് ഞാൻ. മാർക്സിസം വായിച്ച ഒരാളാണ് ഞാൻ. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് മാർക്സിസം, അല്ലേ? അധ്വാനിക്കുന്നവന്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി. ആ പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ കോടീശ്വരൻ, കോടിയേരി ബാലകൃഷ്ണൻ കോടീശ്വരൻ. ഈ പാർട്ടിക്ക് വേണ്ടി കൊല്ലാൻ നടക്കുന്ന, പൂത്തുപിടിക്കാൻ നടക്കുന്ന, നായിൻകുന്നും പൊടി ഇടിയുന്ന യുവമാർക്ക് എന്തോ കിട്ടുന്നു? ജയില്, പോലീസ് സ്റ്റേഷൻ, വേറെന്താ കിട്ടുന്നത്? എന്താ കിട്ടുന്നത് നിങ്ങൾക്ക്? അതുകൊണ്ട് പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം, അക്രമത്തിന്റെ രാഷ്ട്രീയം, കഠാരയുടെ രാഷ്ട്രീയം, കൊലപാതകത്തിന്റെ രാഷ്ട്രീയം, അതിനൊന്നും ആയുസില്ല. പിന്നെ ഇനി കോൺഗ്രസ്സുകാരൊരു ഭരണമാറ്റം വന്നാൽ കോൺഗ്രസ്സുകാരുടെ വീടിന് കല്ലത് ഞാൻ ചോദിക്കാനും പറയാനും ആരുണ്ട്? പിന്നെ സൂര്യപ്രകാശം കണ്ടില്ലെന്ന് വരും. കാരണം ഞങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല. ഇവിടെ നീതി നടക്കണം, ന്യായം നടക്കണം. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും തെറ്റു ചെയ്യുന്നവൻ ആരാണോ അവനെ ശിക്ഷിക്കണം. കോൺഗ്രസ്സുകാരനെ ശിക്ഷിക്കണം, കമ്മ്യൂണിസ്റ്റുകാരനെ ശിക്ഷിക്കണം. ഞങ്ങൾക്ക് ആരുടെയും ഒരു ഔദാര്യം വേണ്ട. നീതി നടപ്പിലാവണം, അത്രയും വേണ്ടു. അതുകൊണ്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇത്തരം ജനാധിപത്യം ഇതൊന്നും ആർക്കും ഭൂഷണമല്ല. അതുകൊണ്ട് യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ മടങ്ങി വരണം. ഈ പാർട്ടി ഗ്രാമത്തിൽ അത്യുജ്വലമായ വിജയം കൈവരിച്ച ശ്രീ നവീൻ ബാബുവിനെയും അതുപോലെ റഹീനെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവര് ഇനി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ അവര് ഉയർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മഹാമാരി പിടിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പൂരക്കളിയും മറുത്തുകളിയും ഒക്കെ വളരെ പ്രശസ്തമായ കലാരൂപങ്ങളാണ്, അല്ലേ? മറുത്തുകളി. ഞാൻ ഇന്നും കരിമ്പിൽ കൃഷ്ണനായിട്ടൊരു തെയ്യത്തിന് പോയി അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത്. കാര്യം ഉത്തര മലബാറിൻ്റെ ഈ പൂരക്കളി, മറുത്തുകളി, അതുപോലെ വലിയ വലിയ കലാകാരന്മാർ. അതിൽ ഇപ്പോൾ അവാർഡ് ആർക്കാ കിട്ടിയിരിക്കുന്നത്? പവിത്രൻ പണിക്കർ. പേര് പോലെ തന്നെ പവിത്രമാണ് പണിക്കർ. പവിത്രൻ പണിക്കർ, അദ്ദേഹത്തിന് പൂരക്കളിയിൽ അവാർഡ് കിട്ടി. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഈ ചടങ്ങ് തുടരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. കാര്യം നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ എല്ലാവരും ഒക്കെ സംസാരിക്കാൻ പോകുന്നത് ശരിയല്ല. ഞാൻ ഈ 3 പേരെ അഭിനന്ദിക്കുന്നു, അവരെ ആദരിക്കുന്നു. ഈ ജനതാ ലൈബ്രറി ആൻഡ് റീഡിംഗ്, ഞാനും ഒരു വായനശാലയുടെ പ്രസിഡന്റാണ്, വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ പ്രസിഡന്റാണ്. എൻ്റെ ഗ്രന്ഥശാലയിലും ധാരാളം പുസ്തകങ്ങളുണ്ട്. പിന്നെ MP എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോൾ MP ഫണ്ട് നിർത്തലാക്കിയിരിക്കുകയാണ്. അതായത് 2022 വരെ ഇന്ത്യയിലെ 542 MP-മാർക്കും ഫണ്ടില്ല. COVID-19 വേണ്ടി മാറ്റി ആ ഫണ്ട്. 2.5 കോടി രൂപ ഞങ്ങളുടെ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 3 കോടി രൂപയുടെ ഹൈമാസ് റേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ ഹൈമാസ് റേറ്റ് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇടും. പക്ഷേ അതിൻ്റെ പൈസ 2022 കിട്ടും. ഇപ്പോൾ കിട്ടിയ ഏതാണ്ട് 50 ലക്ഷം രൂപയും ഇപ്പോൾ എന്നെ സ്പീക്കർ വിളിച്ചു പറഞ്ഞു, ഈ മഹാമാരി വന്ന ആളുകൾ മരിക്കാൻ തുടങ്ങി. അപ്പം അകത്ത് ശ്വാസ തടസ്സമുള്ളവർക്ക് ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ പിന്നെ വെന്റിലേറ്ററിൻ്റെ സഹായം വേണം. അതുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ 50 ലക്ഷം രൂപ കൊടുത്ത് 5 വെന്റിലേറ്റർ വാങ്ങിച്ചു കൊടുത്തു ഞാൻ. ആ വെന്റിലേറ്ററാണ് ഇപ്പോൾ ആരും ചാകാതെ അവിടെ ഇരിക്കുന്നത്. 5 വെന്റിലേറ്റർ, ഒരു വെന്റിലേറ്ററിന് 10 ലക്ഷം. 50 ലക്ഷം രൂപയ്ക്ക് സ്പീക്കർ എന്നോട് പറഞ്ഞു മുഴുവൻ പൈസയും കോവിഡിന് കൊടുക്കാൻ. അങ്ങനെയാണ് അവിടെ 5 വെന്റിലേറ്റർ കൈയാഴ്ച വാങ്ങിച്ചു. കാഞ്ഞങ്ങാട് ഗവൺമെൻറ് ആശുപത്രിയിൽ
നിങ്ങൾക്ക് ഈ രോഗമുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ 3 ടെസ്റ്റാണ് ഉള്ളത്. ഒന്ന് ആൻറ്റിജൻ ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തി റിസൾട്ട് നെഗറ്റീവായി പോക്കറ്റ് വെച്ച് 5 ദിവസം കഴിയുമ്പോൾ പോക്കറ്റിൽ ഇരിക്കുന്ന തുണ്ട് നെഗറ്റീവ് പോസിറ്റീവായി മാറും. കാര്യം ആൻറ്റിജൻ ടെസ്റ്റ് വിശ്വസിക്കാനാവില്ല. അതിന് 500 രൂപ പുറത്ത് കൊടുത്താൽ 500 രൂപ സർക്കാർ ഫ്രീ ആണ്. വിശ്വസിക്കാൻ പറ്റുന്ന 2 ടെസ്റ്റാണുള്ളത്. ഒന്നിൻ്റെ പേര് ടുനാട്ട് ടെസ്റ്റ്, പിന്നൊന്ന് റാപ്പിഡ് PCR. PCR എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇത് നമ്മുടെ തൊണ്ടയിലെ സ്വാബ് എടുത്ത് ലബോറട്ടറിയിൽ അയച്ച് വൈറോളജി ലബോറട്ടറി ടെസ്റ്റ് ചെയ്തിട്ട് വരുന്നതിനാണ് ഈ പോളിമറൈസ് ചെയിൻ റിയാക്ഷനും ടുനാട്ടും. 2700 രൂപയാണ് ടുനാട്ട് ടെസ്റ്റ് പുറത്ത് നടത്താൻ. അതുപോലെ തന്നെ റാപ്പിഡ് PCR അതിപ്പോൾ ഗവൺമെൻറ് കുറച്ച് 2100 രൂപയാക്കി. അത് സൗജന്യമായി ആളുകൾക്ക് നടത്താൻ ഞാൻ 60 ലക്ഷം രൂപയുടെ കിറ്റ് കാഞ്ഞങ്ങാട് ഗവൺമെൻറ് ആശുപത്രിക്ക് വാങ്ങിച്ചു കൊടുത്തു. ഒരു പൈസ ആളുകളിൽ നിന്ന് വാങ്ങിക്കാതെ അവർക്ക് സൗജന്യമായി കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ടെസ്റ്റ് നടത്താൻ 60 ലക്ഷം രൂപ. പിന്നെ 3 ആംബുലൻസ് വാങ്ങിച്ചു കൊടുത്തു. ഒരു ആംബുലൻസ് കാറൊടുക്ക പ്രൈമറി ഹെൽത്ത് സെൻ്ററിന്, പിന്നെ ഒരു ആംബുലൻസ് മംഗൽപാടി അതായത് മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രിക്ക്, പിന്നെ ഒരെണ്ണം വെസ്റ്റേരിയിൽ, പിന്നെ ഒരെണ്ണം മാട്ടൂൽ പഞ്ചായത്തിന് വീടാന്തരം പോയി ഡയാലിസിസ് നടത്താൻ ഒരു യൂണിറ്റിന് ഒരു ആംബുലൻസ് വാങ്ങിച്ചു. പിന്നെ കാല് നഷ്ടപ്പെട്ട 2 പേർക്ക് ആർട്ടിഫിഷ്യൽ കാല്, കൃത്രിമ കാല്, ഒരു കാലിന് 1.5 ലക്ഷം രൂപയാണ് 2 കാല് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കുറേ ആളുകൾക്ക് ഇലക്ട്രോണിക് വീൽ ചെയർ വാങ്ങിച്ചു കൊടുത്തു. അതെല്ലാം ഈ രോഗമുള്ള ഈ COVID-19 പശ്ചാത്തലത്തിലാണ്. പിന്നെ കുറേ ആളുകൾക്ക് മുച്ചക്ര വാഹനം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ 2.5 കോടി രൂപ മുഴുവൻ COVID-19 മാറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു MPക്കും ഒരു ഹൈമാസ് റേറ്റ് ഒരിടത്തും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഹൈമാസ് റേറ്റ് ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്, തല വെട്ടിയിട്ട മാറത്തില്ല. അപ്പോൾ 2022 ഫണ്ട് കിട്ടിയാൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു MP എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പാർലമെൻറ്റിനകത്തും പുറത്തും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻഡോസൾഫാനെ കുറിച്ച് ഞാൻ പ്രമേയം കൊണ്ടുവന്നു. കണ്ടങ്കാളിയിലെ അവിടുത്തെ പാടശേഖരങ്ങൾ നേരത്തെ ഇത് കൊണ്ടുവരുന്നതിന് പെട്രോളിയം ഇത് കൊണ്ടുവരുന്നതിനെതിരായി പ്രമേയം പാസ്സാക്കി അത് മന്ത്രി അംഗീകരിച്ചു. അതെടുത്ത പ്രോജക്റ്റ് അളഞ്ഞു. കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാത, ഇങ്ങനെ ഓരോന്നും ഈ നിയമനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹൈമാസ് ലൈറ്റ് 2022 MP ഫണ്ട് കിട്ടിയാൽ ആദ്യം നിങ്ങളുടെ ലൈറ്റ് ഇവിടെ വന്നിരിക്കും. അതെല്ലാം പാസ്സായി കിടക്കാണ്, പൈസ മാത്രം നന്നായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നുകൂടി ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ 3 പേർക്കും എൻ്റെ വകയായി ഒരു ഷാള് ഞാൻ ആദ്യം അണിയിക്കും. എന്നിട്ട് ഓരോന്നായിട്ട് കൊടുക്കണം. സ്നേഹമുള്ളവരെ, അടുത്തായി അനുമോദന ചടങ്ങാണ്. ഓക്കെ, ശരി. അനുമോദന ചടങ്ങ് നടത്തുകയാണ്. ആദ്യമായി ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിലിക്കോട് പഞ്ചായത്തിലെ 1-ാം വാർഡിന്റെ സാരഥി ശ്രീ കെ നവീൻ ബാബുവിനെ അനുമോദനം നൽകുന്നത് ബഹുമാനപ്പെട്ട കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ നവീൻ ബാബുവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഞാൻ പറഞ്ഞ നവീൻ ബാബുവിനെ കണ്ട ഒരു സിനിമ തന്നെ പോയി. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിൽ നിന്നും 11-ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി റഹീന PK അനുമോദനം ഏറ്റുവാങ്ങി ക്ഷണിക്കുകയാണ്. കൂടാതെ കേരള ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരൻ ശ്രീ UK പവിത്രൻ പണിക്കരെ ആദരവോടെ ക്ഷണിക്കുന്നു.
ഈ കഴിഞ്ഞ